എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ ഉന്നതതല യോഗത്തിന് പിന്നാലെ CMR എക്സാലോജിക് മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കാൻ ഇഡി ഒരുങ്ങുന്നു. വീണ ടിക്കും CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകും. അതേസമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരുകയാണ്. കുറ്റപത്രം വേഗത്തിലാക്കാൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ട്. EDയുടെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. വിഷ്ണു, വിവരങ്ങൾ. ഇന്നലെ ഏകദേശം 2.5 മണിക്കൂറാണ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം നടന്നത്. ആ യോഗത്തിൽ ഈ CMR എക്സാലോജിക് ഇടപാടുകൾ കേസ് അന്വേഷിക്കുന്നത് പഴുതടച്ചു വേണമെന്നും അത് വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ പ്രകാരം കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് ED കടക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് SFIO റിപ്പോർട്ട് EDയുടെ കയ്യിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില അനുബന്ധ രേഖകളുണ്ട്. ആ രേഖകൾ കൂടി ലഭ്യമായി പരിശോധന നടത്തിയ ശേഷം വീണ ടിക്കും അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയ്ക്കും അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് ED എത്തുക. ഒപ്പം മറ്റ് ചില പ്രധാനപ്പെട്ട കേസുകളിലും EDയോട് അദ്ദേഹം വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. സ്വർണ്ണക്കളടക്കമുള്ള കേസുകളുടെ വിശദാംശങ്ങളൊക്കെ ചോദിച്ചിരുന്നു. എക്സാലോജിക് CMR ഇടപാടിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകരുത്, പഴുതടച്ച അന്വേഷണം വേണം. പ്രത്യേകിച്ച് മാധ്യമ ശ്രദ്ധ അടക്കം ലഭിച്ച അല്ലെങ്കിൽ അത്തരം ചർച്ചയായ രാഷ്ട്രീയമായി കൂടി ചർച്ചയായ വിഷയത്തിൽ അത്തരത്തിൽ വളരെ കെയർഫുള്ളായി ഹാൻഡിൽ ചെയ്യണമെന്നൊരു നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിൽ പ്രകാരം കൂടുതൽ തെളിവുകൾ സമാഹരിച്ച ശേഷം വീണയെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കാം എന്ന തീരുമാനത്തിലാണ് ഉള്ളത്. ഒപ്പം വീണയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നത് ദുബായിലുള്ള അക്കൗണ്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അതിന് ലോക്കർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലും ഒക്കെ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നും തിങ്കളാഴ്ചയും ഒക്കെ ആയിട്ടായിരിക്കും അക്കാര്യത്തിലൊരു വ്യക്തത വരിക. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.